ഹലോ ഗൈസ് ആദ്യമായിട്ട് എടുത്ത ഹലോ ഗൈസ് മൂഞ്ചി കാര്യമില്ല പോയി കയ്യിൽ പോയി. സാരമില്ല, നമുക്കത് വെച്ചാൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാണ്. നമ്മൾ ഐ തിങ്ക് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുക്കുമ്പോഴും ഇതേപോലത്തെ സെയിം ഹോട്ടലാണ്, പക്ഷെ വേറെ റൂമായിരുന്നു. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ കോയമ്പത്തൂർ ഇന്നലെ എത്തി. പക്ഷെ ഇന്നലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ എന്താ പറയുക, നമ്മുടെ ബ്രൈഡ് ടു ബിക്ക് കുറച്ച് ക്ലിനിക് അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായിരുന്നു. സോ അതിൻ്റെ പരിപാടിയിലായിരുന്നു ഇന്നലെ മൊത്തം. അതുകൊണ്ട് ഇന്നലെ സമയം കിട്ടിയില്ല. ഇന്നിപ്പോൾ നമ്മൾ ആക്ച്വലി ബ്രൈഡ് ടു ബിയുടെ കല്യാണത്തിന് ഞങ്ങൾക്ക് ബ്രൈഡ് മെയ്ഡ്സ് ടു ബി ഇടാനുള്ള അതെ ബ്രൈഡ് മെയ്ഡ്സിന് ഇടാനുള്ള ഡ്രസ്സ് ഷോപ്പിംഗ് ആണ് ഇന്ന് പ്ലാന്. അപ്പോൾ ഞങ്ങളിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ വരാനുണ്ട്. അവരും കൂടെ വന്നിട്ട് മിക്കവാറും നമ്മൾ ഷോപ്പിങ്ങിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കാനുള്ള പ്ലാനാണ് ഇപ്പോഴത്തേന് അതാണ് പ്ലാൻ. മേ ബി അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റോപ്പിൽ കാണാം. ബൈ. ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഇതാണ് ഔട്ട്ഫിറ്റ്. ഞാൻ കംപ്ലീറ്റ്ലി ഇന്ത്യനായി, കുട്ടി കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റായി. ഞങ്ങളങ്ങനെ ഓപ്പോസിറ്റ് സ്റ്റൈലിലാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. ഓക്കേ, പാട്ടൊക്കെ പൊളിയാണ്. ഇത്രേ എങ്ങോട്ടാ പോണെന്ന് പറഞ്ഞു. ഇവിടെ നോക്കൂ, ശരിക്കും മൈക്ക് വേണം, മേടിക്കണം. അവന്റെ മൈക്ക് വെച്ച് യൂസ് ചെയ്യാൻ എളുപ്പമായിട്ടുണ്ട്. അമ്മേ, വേണ്ട, ഇത് രണ്ടിൽ നിന്നും ഏതെങ്കിലും. എനിക്കങ്ങനെ ഉദ്ദേശമൊന്നുമില്ല, ചുമ്മാ നോക്കാന്ന് വെച്ചു. നിങ്ങളിപ്പോൾ കാണുന്നത് കുറച്ച് വെഡിങ് ഷോപ്പിംഗ് അട്രോസിറ്റീസ് ആണ്. മെറ്റീരിയൽ തപ്പി ഒരു വിധമായി. അതെ, ഇന്നലെ റിങ് തപ്പണു, ഇന്ന് മെറ്റീരിയൽ തപ്പണു. എന്റെ കൂടെ ഇപ്പം നിങ്ങൾ കാണുന്നത് ആ കുട്ടിയുടെ അമ്മയാണ് ഈ നിൽക്കുന്നത്. കുട്ടി ഒരുത്തൻ്റെ കൂടെ പോയി ഗൈസ്. കണ്ട, കുട്ടി അവിടെ വൈബിങ് ആണ്. തലയ്ക്ക് ഇവിടെ ഹാർട്ട് അറ്റാക്കും വരും. എന്റെ ബ്ലോഗ് ഹൈറ്റാക്കി ഞാൻ ശരിയാക്കി തരാം. ഇതിങ്ങനെ പിടിച്ചോ, താഴെ മാത്രം ഇടാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെ പിടിക്കാം. അപ്പം നിന്റെ ഫേസ് ഇതിൽ കാണുന്നില്ല. കാണുന്നുണ്ടാ? അവിടെ കാണല്ലേ, ഇവിടെ നോക്കി, ഇതിൽ നോക്കി. കാണുന്നുണ്ടാ? ഇങ്ങനെ ഇവിടെ പിടിക്കേ, ഇങ്ങനെ പിടിക്കും.
ഇപ്പൊ കാണുന്നുണ്ട്, അവിടെ നോക്കാം, അവിടെ നോക്കാം. ബൈ ബൈ. ഹലോ 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 പറയാ. ഹലോ. എടി ഹെഡ്സെറ്റ് കഴിഞ്ഞ വ്ളോഗിങ് കഴിഞ്ഞ പല அப்பா ரெண்டுக்கு பாய் சொல்லிருங்க. போகலையா? அந்த ஐடியா எனக்கு இல்லவே இல்லைங்க. എന്നെ കാണുന്നില്ല? ഇപ്പൊ കാണുന്നുണ്ടോ? സാരി വെക്കണ? സാരി വെക്കാൻ പറഞ്ഞോ അവളുടെ അടുത്ത്. பாய் சொல்லிருங்க, போறாங்க. பாய் சொல்லிருங்க. பாய் பாய். பாய் எல்லாம் சொல்லல. அது என்ன நடக்குது நடுவுல? அம்மா பொண்ணு சேர்ந்து கிட்டியா? இல்ல கிட்டிட்டல. போட்டோ எடுக்கறாங்க. வீடியோ எடுக்கறாங்க. வீடியோ. என்ன ஈட்டால. കണ്ണാടിയില്ല നോക്കിട്ടന്നെ. ഇല്ല ഇന്നല്ല ഇങ്ങനെ നിന്നിട്ടോ. ഇങ്ങനെയോ? പോസ് പറഞ്ഞില്ല എനിക്ക്. മതിയോ? ഇവിടെ നോക്കിട്ടല്ല ഇന്നെ നോക്കിട്ട്. നിന്നെ നോക്കണോ? ഓക്കെ. ഓഫായി. ഇല്ല. ഓക്കെ. ഹാപ്പി? ഇന്നെ നോക്കിട്ട് ചിരിക്കണം. അല്ല, ആസ് എ ബ്രൈഡ് ടു ബി ബ്രൈഡ്സ്മേറ്റ്സിനൊക്കെ ഡ്രസ്സ് എടുത്ത് തരേണ്ടത് താങ്കളാണ്. പക്ഷെ ഞങ്ങളാണ് പേ ചെയ്യാൻ പോകുന്നത്. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം? ആസ് എ ഫ്യൂച്ചർ ബ്രൈഡ് ഇത് വാട്സ്ആപ്പ് മാം. Actually the news is not out yet. It's a secret. இல்ல நான் தானே எடிட் பண்ண போறேன். கட் பண்ணி விட்டுருவேன். சாந்தினி, ரொம்ப நாளுக்கு அப்புறம் வந்திருக்கீங்க. என்ன சொல்ல விரும்புறீங்க? ஒன்றும் சொல்றதுக்கு இல்லை. என்ன மேனிக்கன் ஆக்கி அழகு பார்த்ததோட வேற எதுவும் நடக்கல. വന്നത് കൂടെ ഇല്ല, അവ എതും പ്ലാൻ ചെയ്യൂ. മലയാളം മറന്നുപോയി. അവളൊന്നും പ്ലാൻ ചെയ്യാതെ വന്നിട്ട് 3000 രൂപയുടെ സാരി അത് ലാസ്റ്റ് മിനിറ്റില് വെറും 5% ആൻഡ് റിച്ചസ്റ്റ് മോം. 2000 രൂപയുടെ സാരി എടുക്കാൻ വന്ന ടീംസിനെ 3500 ആക്കിപ്പിച്ച് റിച്ച് ഗേൾ ആൻഡ് റിച്ച് ബേബി. ആയതുകൊണ്ട് ഞാൻ ക്യാഷ് ബഡ്ജറ്റ് നോക്കാതിരിക്കുന്നതാണ്. ഏകദേശം ഒരു കണക്കിന് ഞങ്ങളുടെ സാരിയുടെ തീരുമാനമായി. ഒരാളിത് ഇവിടുന്ന് ഓൺലൈനിൽ നിന്ന് ഞങ്ങളെ തന്നെ ഗൈഡ് ചെയ്യണം. അവൾക്ക് ഏത് സാരിയാ വേണ്ടെന്ന്. സോജ ഒരു ഹായ് പറയൂ. ഹായ്, എന്റെ വ്ളോഗിലൊരു ഹായ് പറയൂ. ഹായ് പറ സോജ. കൈ കാണിക്കണം, നിന്റെ വോയിസ് കേൾക്കൂല.
എൻ്റെ ഫോണാണ്. ഫോൺ എൻ്റെ കയ്യിലുണ്ട്. സോജ ഞങ്ങൾക്ക് റിമോട്ട് ലൊക്കേഷനിൽ ഇരുന്നിട്ട് ഞങ്ങൾ സാരി സെലക്ട് ചെയ്തു. സോ ഓൾമോസ്റ്റ് എല്ലാം എല്ലാവരും ഏകദേശം ആയി കളറല്ലേ. 4 സാരി. ഇത് ഫെബി അല്ലേ? ഇത് ഫെബി, ഇത് എൻ്റെ, ഇത് ശാന്തിനിയുടെ, ഇത് സോജയുടെ. സോജ സാം നിങ്ങൾക്ക് എടുക്കാൻ ഹെൽപ്പ് ചെയ്ത ചേട്ടനാണ്. ഒരു ഹായ് പറയൂ ചേട്ടാ. ആമാ എനിക്കുള്ള 100. അതെ, ഫ്രീ കോഫി കുടിക്കുന്നത് എങ്ങനെയുണ്ട്? കുടിച്ചിട്ടില്ല, കുടിക്കട്ടെ. അല്ല എന്നാലും സാധാ ഫ്രീ ഒക്കെ കിട്ടിയതല്ലേ, സാധനം കൊള്ളാം. എന്താ പറഞ്ഞ വിളിച്ചപ്പോ നീ ഹൈര അവിടെ നോക്ക്, ഹൈര അവിടെ നോക്ക്. രണ്ട് കുട്ടികൾ ഒരുമിച്ച് പോകുന്നുണ്ട്. എടി ഇങ്ങോട്ട് നോക്കൂ ഹൈര. സാരി എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും ആ മെറ്റീരിയൽ കൺഫേം ചെയ്യാൻ വന്നു. ആ കീർത്തന എടുക്കാൻ ഉറക്കം വരുന്നുണ്ടോ? തൂക്കം വരുന്നോ? ഉറക്കം വരുന്നുണ്ടോ? ഇല്ല ഇല്ല. ഇവിടെ പിടിച്ചോ. ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ പിടിച്ചാലേ കാണാം. ആ അവരെ എടുക്കും. അങ്ങോട്ട് തിരികെ, അങ്ങോട്ട് തിരികെ, ഇങ്ങനെ തിരികെ. ഓ സോറി എടി. അയ്യോ ആ ഇപ്പൊ കാണുന്നുണ്ടോ? എടുത്താ? എടുത്തിട്ടില്ല. ഇപ്പൊ ഇത്ര നേരം നീ എടുത്തതൊക്കെ എടുത്തത് ചിക്കൻ എങ്ങനെയുണ്ട്? ഹൈര പറഞ്ഞു ചിക്കൻ സൂപ്പറാണ്. ഹൈര ലെമൺ വെക്കി നോക്കട്ടെ. ലെമൺ വെക്കി. ലെമൺ ഒക്കെ ഒഴിച്ചിട്ട് ചിക്കൻ കഴിക്കുള്ളൂ ഹൈര അല്ലേ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? எனக்கு வந்து ஒரு மாதிரி ஒரு பயமா ஆயிடுச்சு. അവിടെ ഡാൻസ് കണ്ടില്ല, ഡാൻസ് കണ്ടില്ല. ഒന്നുകൂടെ. ஒரு மாதிரி ரொம்ப க்ளோஸாவே பிஹேவ் பண்ணாரு. இந்த மாதிரி awkward. ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്നലെ ഇപ്പോൾ സമയം രാവിലെ 5:40 പിറ്റേ ദിവസം. ഇന്നലെ വന്നിട്ടൊന്നും എടുക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങളിന്ന് തിരിച്ചു പോവുകയാണ്. അവിടെ ഒരാൾ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യും. കാരണം എന്തേലും ഇന്നലെ എടുത്തുണ്ടോ എന്ന് വെച്ചാൽ ഇന്നലെ മൊത്തത്തിലൊരു ഓട്ടമായിരുന്നു. അതുകൊണ്ട് കാര്യമായിട്ട് സമയമൊന്നും കിട്ടിയില്ല ലൈക്ക് പ്ലാൻ ചെയ്ത് എടുക്കാനൊന്നും. സോ അവിടെ ഇവിടെയൊക്കെ കുറേ ക്ലിപ്പ്, അതെ അവിടെ ഇവിടെ നിന്നൊക്കെ കിട്ടിയ കുറേ ക്ലിപ്സ് അങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം തീരെ സമയം ഉണ്ടായിരുന്നില്ല, ഒരുമാതിരി ഓട്ടപ്പാച്ചിലായിരുന്നു ഇന്നലെ. യെസ്, നെക്സ്റ്റ് ടൈം മേ ബി ഡേയ്സ് കുറച്ച് കൂടുതൽ പ്ലാൻ ചെയ്തിട്ട്. ഇതിപ്പോൾ മൊത്തത്തിൽ ഓട്ടമാണ് വന്നതിന് ശേഷം. ഇതിപ്പോൾ ഇപ്പം ഞാൻ തിരിച്ച്, എനിക്കിന്ന് വർക്കുണ്ട്, അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകും, അവൾ തിരിച്ച് പോകണം. അപ്പോൾ മേ ബി നെക്സ്റ്റ് ടൈം നമ്മൾ കുറച്ചും കൂടെ പ്ലാൻ ചെയ്തിട്ട് എടുക്കുന്നതാണ്. ബട്ട് യാ, ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.